hello, a warm good morning to everybody. Myself Kavya, welcome you all to Vipras Vidya. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇൻഫ്ലേഷനൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യണതാ അല്ലേ? യെസ്. അപ്പോൾ അതെന്താ നമുക്ക് അറിയണ്ടേ? അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ മീനിങ് അതെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ലെറ്റ്സ് എൻജോയ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ an increase in the price level of goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസിൽ വരുന്ന ഒരു ഹൈക്കിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. പലതരത്തിൽ ഇൻഫ്ലേഷൻസ് ഉണ്ട്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയെക്കാളും കൂടുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയേക്കാൾ കൂടുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാളും കൂടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും കൂടെ ഒരുമിച്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, അതിനെ നമ്മൾ മൈൽഡ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഒരു 3% അപ് ടു 3% വരെ ഇൻക്രീസ് വരുന്നതിനെയാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ എക്കോണമിക്ക് എപ്പോഴും നല്ലതാണ്. ഒരു ലെവൽ ഓഫ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലെവൽ ഓഫ് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എപ്പോഴും പോസിബിൾ ആണ്. അത് അങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലം ഒന്നും ഇല്ല. വർക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3 to 10% ഇൻഫ്ലേഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ എന്നുള്ളതാണ് പറയുന്നത്. 3 to 10% അത് കുഴപ്പമില്ല എന്ന രീതിയിലാണ്. ഈ ഇൻഫ്ലേഷനെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം കുട്ടി ക്രൗൾ ചെയ്യുന്നു, പിന്നെ എഴുന്നു, പിന്നെ എഴുന്നേക്കുന്നു, അങ്ങനെയാണ് പറയുന്നത്, ഓടുന്നു. അടുത്തത് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ പറഞ്ഞാൽ 10% മുകളിൽ വരുന്ന ഇൻഫ്ലേഷൻ ആണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷന്. അതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താവശ്യമായിട്ട് വരും? കുറച്ച് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരും. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 50 മുതൽ 100 വരെ വെരി റെയർ ആയിട്ട് നമ്മൾ കാണാറുള്ളൂ. ഇത് 1920 ജർമ്മനിയിലും 2000 സിംബാബ്വേയിലും അമേരിക്കൻ സിവിൽ വാറിന്റെ സമയത്തും ഇത് നടന്നിട്ടുണ്ട്. 50 to 100% നമ്മുടെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ കൂടുന്നതിനെയാണ് ഇവിടെ ഇതായിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ പ്ലസ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അടുത്തത് മോണിറ്ററിസ്റ്റിന്റെ വ്യൂ. മോണിറ്ററിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ജനറലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലാണ്. അവർ പറയുന്നത് മോണിറ്ററി ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരൊരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. MB = PQ. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ, B വെലോസിറ്റി, P പ്രൈസ് ലെവൽ ആൻഡ് Q is the level ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാ പറയുന്നത്. അതായത് മോണിറ്ററി ഫാക്ടേഴ്സിനാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത്. ഇനി ഫ്രെഡ്മാൻ മോണിറ്ററിസ്റ്റ് ആണല്ലോ, അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടന്റ് കോട്ടാണ് ഇത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഇസ് ഓൾവേസ് ആൻഡ് എവ്രിവർ എ മോണിറ്ററി ഫിനോമിന എന്ന് പറയുന്നത്. അപ്പൊ മണി സപ്ലൈയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? നമ്മളുടെ ഇവിടെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ഫ്രെഡ്മാന്റെ വ്യൂ വരുന്നത്. കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. ഇവരൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഏതാ എന്നൊക്കെ ചോദിക്കൂ കേട്ടോ. കെയ്ൻസ് കൂടുതലായിട്ടും അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്.